വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോകണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ വീട് റെൻറ്റിന് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റിയ വീട് വേണ്ടേ. പക്ഷേ എന്തായാലും പോയിട്ടോ, കാരണം മക്കൾക്ക് ഒരുപാട് ആഗ്രഹം ലീവിന് പോകണം, അമ്മാമ്മയെ കാണണം, എല്ലാവരെയും കാണണം, അതൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പക്ഷേ ടിക്കറ്റ് എടുത്തിട്ടില്ല. പിന്നെ തൽക്കാലം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല. പെട്ടെന്ന് ഒരു ദിവസം രാജേട്ടൻ വിളിച്ചു പറഞ്ഞു, ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിക്കോന്ന് പറഞ്ഞു. വേറെ ഒന്നും നോക്കിയില്ല. അത്യാവശ്യമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാനൊരു 2 പെട്ടിയിലായിട്ട് എടുത്ത് വെച്ചു. പക്ഷേ രാജീവേട്ട വന്നതിന് ശേഷം വൈകുന്നേരം വീണ്ടും അത്യാവശ്യത്തിന് കുറേ സാധനങ്ങൾ വാങ്ങണമല്ലോ. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാണ്ട് സമയം കിട്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ആ ഷോപ്പിൽ പോയപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട സമയമായി. അപ്പോഴത്തേക്കും നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ശിവാനിക്കും എനിക്കൊക്കെ ചപ്പൽ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിശാലിലോട്ടാണ് നേരെ പോയത്. അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ നേരത്തെ പോയതാണ്. വിശാലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയൊരു ഷോപ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാനേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ തരുത്തി. പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ തന്നെ ഒരുപാട് നല്ല സാധനങ്ങൾ, ഓസ്വാൾ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ തരുത്തി. 50% ഡിസ്കൗണ്ടും കൊടുത്തിരുന്നു. ശിവാനിക്കും എനിക്കും അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങാൻ കണക്കിനാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ ശിവാനിക്കുള്ളത് മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി അവിടെ ചപ്പൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജീവേട്ടനും എനിക്ക് വേണ്ടി നോക്കി ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി ചെരുപ്പ് എടുത്തില്ല കേട്ടോ. ശിവാനിക്ക് മാത്രമേ എടുത്തുള്ളൂ. ശിവാനിക്ക് വെള്ള കളറിലെ ക്രോക്സ് മോഡൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, എടുത്തു. പ്രത്യേകം രാജീവേട്ടൻ പറഞ്ഞു ഇത് എപ്പോഴും നന്നായി ക്ലീനാക്കി വെച്ചേക്കണം, വെള്ള പിന്നെ മഞ്ഞാവരുത് എന്നൊക്കെ. അപ്പോൾ ഓക്കെ എന്ന് കാള് പറഞ്ഞു. പക്ഷേ ഇല്ല, അത് എൻ്റെ ജോലിയാണ് ഇനി അത് ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. ഇനി അവൾക്ക് കുറച്ച് ഡ്രസ്സ് കൂടി എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയിട്ട് അവളുടെ സൈസിനുള്ള കിട്ടിയില്ല. ഈ പാൻസിൻ്റെയൊക്കെ ഇടുപ്പ് ചെറുതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശാലിലോട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ ഇവിടുത്തെ പേയ്മെൻറ്റൊക്കെ സെറ്റിലാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ വിശാലിലോട്ട് കയറി. ഇതാണ് വിശാൽ. ഇവിടെ ആകുമ്പോൾ റേറ്റ് ഒരുപാട് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള റേറ്റിനനുസരിച്ചുള്ള സ്ഥലത്തോട്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരുപാടൊന്നുമല്ല കേട്ടോ. ഒന്നെടുക്കുമ്പോൾ ഞാനൊരെണ്ണം എടുക്കുമ്പോൾ രാജീവിന് ഇഷ്ടപ്പെടില്ല, രാജീവേട്ടനെ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അങ്ങ് പോയി. ഇതൊക്കെ എടുത്ത് എനിക്ക് ഇഷ്ടമായി. പക്ഷേ രാജീവേട്ടൻ ഇഷ്ടപ്പെട്ടില്ല, സൈസ് വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ട്രെയിനിൽ പോകാനുള്ളതില്ല. അപ്പോൾ ട്രെയിനിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരിക്കാനുള്ളത് കൊണ്ട് വീട്ടിൽ വേറെ വർക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ ഇതിനു വേണ്ടി വരണം. നല്ല സുഖമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പിള്ളേർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ വില കുറഞ്ഞ രീതിയിൽ, നല്ല വില കുറഞ്ഞത് വിശാലിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ ഞങ്ങളോട് പോകാറുള്ളൂ. പോയാൽ കുറേ അങ്ങ് വാങ്ങിച്ചിട്ട് വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയപരിമിതിയുണ്ട്. പിന്നെ ട്രെയിനിൽ ഇടാൻ അത്രയും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് വേണം, നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോയ സാധനം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഈ സെലക്ഷനായിട്ട് നടക്കുന്നത്. ഓടിത്തിരയുകയാണ് എവിടെ കിട്ടുമെന്ന്. പക്ഷേ എനിക്കുള്ളത് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാനൊരു പാൻറ്റ് വാങ്ങണമെന്നു, പാൻസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ കിട്ടിയില്ല. ശിവാനിക്കും പാൻസ് കിട്ടിയില്ല. പിന്നെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉടുപ്പ് വാങ്ങിച്ചു. ഉടുപ്പ് എനിക്ക് 2 വാങ്ങിച്ചു, ശിവാനിക്ക് 2 വാങ്ങിച്ചു. കാർത്തിക്ക് പാൻറ്റും ഉടുപ്പും വാങ്ങിച്ചു. തൊട്ടപ്പുറത്തായിട്ട് ബാഗ് കണ്ടപ്പോൾ ഞാൻ നേരെ ബാഗിൻ്റെ ഭാഗത്തോട്ടങ്ങ് പോയിട്ടോ. പക്ഷേ എനിക്ക് ബാഗിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരുത്തും മോളല്ലേ, വീട്ടിലാണല്ലോ, ആവശ്യമില്ല. എന്നാലും കണ്ടപ്പോൾ നേരെ ഓടിപ്പോയതായിരുന്നേ. അപ്പോൾ രാജീവേട്ടൻ നോക്കിയപ്പോൾ രാജീവേട്ടൻ വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. രാജീവേട്ടൻ കുറേ സമയം നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അതിൻ്റെ ആവശ്യകതയും കൂടെ നോക്കിയിട്ടേ പുള്ളിക്കാരെ എടുക്കുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തൽക്കാലം ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ പിന്നെ തിരികെ അങ്ങ് വെച്ചു കേട്ടോ. അങ്ങ് കിട്ടിയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്, പക്ഷേ കിട്ടിയില്ല. അടുത്ത ഈ ബാസ്ക്കറ്റ് നോക്കി പിടിച്ച് പോകുന്നത് അടുത്ത ഫ്ലോറിലേക്കാണ്. അവിടെ ചപ്പൽസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്, ഇലക്ട്രിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ചപ്പലിൻ്റെ ഏരിയയിലേക്ക് പോയിട്ട് എനിക്ക് ചെരുപ്പ് ഇല്ല. അപ്പോൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണമല്ലോ, ട്രെയിനിൽ പോകുമ്പോഴാലും ഇടണമല്ലോ. അങ്ങനെ ചെരുപ്പ് നോക്കിയതായിരുന്നു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നോർത്തിൽ നിന്ന് വാങ്ങുന്ന മിക്ക ചെരുപ്പും എനിക്ക് അലർജിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. അതുകൊണ്ട് തന്നെ ഞാൻ നോർത്തിൽ നിന്ന് ചെരുപ്പ് എടുക്കാറില്ല. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് എനിക്ക് ചെരുപ്പ് ഞാൻ എടുക്കുന്നത്. പക്ഷേ പൊട്ടിപ്പോയത് കാരണം ഒരെണ്ണം എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കി. പക്ഷേ എനിക്ക് മനസ്സിനങ്ങോട്ട് 100% എനിക്ക് തൃപ്തിയോടെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല അവിടെ നിന്ന് കേട്ടോ. പിന്നെ കുറേ സമയം ചന്ത നോക്കിയൊക്കെ അങ്ങനെ നിന്നു. കുറച്ച് കിഡ്സിൻ്റെ ഡ്രസ്സ് ഐറ്റംസ് മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും 1-2 ശിവാനിക്ക് വേണ്ടി രാജീവേട്ടൻ സെലക്ട് ചെയ്തായിരുന്നു. അതൊന്ന് വെച്ച് നോക്കുന്നത് കേട്ടോ. അങ്ങനെ കറക്റ്റാണെങ്കിൽ എടുക്കാൻ കണക്കിന് രാജീവേട്ടനും മക്കളും കൂടെ എടുക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കരുതി എന്തിനാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്, കാരണം ഞാനല്ലല്ലോ സെലക്ട് ചെയ്യുന്നത്, രാജീവേട്ടനാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഞാൻ വെറുതെ വാങ്ങാനല്ല, എന്നാലും വെറുതെ അവിടെ നല്ല ഭംഗിയുള്ള എല്ലാத்தைയും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. കുറേ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വാങ്ങണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു.
പിന്നെ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഡ്രസ്സ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് ഞങ്ങൾ കയറിയ സ്ഥലം തന്നെയാണ്. അവിടെ പോയപ്പോൾ ശിവാനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, അമ്മയ്ക്ക് ഒരു ടോപ്പ് കൂടി എടുക്കണമെന്ന്. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു ആ എടുത്തോളൂ. അങ്ങനെ ശിവാനി ഒരു നീല ഉടുപ്പ് എടുത്തിട്ട് വന്നു, അമ്മ ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും ഞാനിങ്ങെടുത്തു. എനിക്കങ്ങനെ ഒരു ഉടുപ്പ് കൂടെ കിട്ടി. പിന്നെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറി കുറച്ച് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. രാജീവേട്ടൻ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നില്ല കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് രാജീവേട്ടൻ അങ്ങെത്തും. അപ്പോൾ അതുവരെ രാജീവേട്ടൻ ആവശ്യത്തിന് പച്ചക്കറിയൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതും ഫ്രൂട്ട്സും ഞങ്ങൾക്ക് കൊണ്ടുപോകാനും രാജീവേട്ടന് കഴിക്കാനൊക്കെ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. ഞങ്ങളുടെ യാത്ര കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ ചിക്കിയും റോഷ്നിയും എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഹാജരായി. സാധാരണ ഈ സമയത്തൊന്നും അവർ ഉറക്കണീക്കുന്നതല്ല, പക്ഷേ ഇന്ന് വന്നു ഞങ്ങളെ പറഞ്ഞയക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നു, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടും കൂടെയാണ് ചപ്പാത്തി ഉണ്ടാക്കി തന്നെ. കറി ഞാനുണ്ടാക്കി, ചപ്പാത്തി അവരുണ്ടാക്കി, ചിക്കനൊക്കെ രാജീവേട്ടൻ ഫ്രൈ ചെയ്തു. അങ്ങനെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി വന്നു കേട്ടോ, കാറ് വന്നു. അപ്പോഴത്തേക്ക് റോഷന ഒരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചു. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു, കുറേ സമയം അങ്ങനെ നിന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇവരെ വിട്ടു പോകാൻ വേണ്ടിയിട്ട്. ഇടുപ്പിന് കയ്യും കൊടുത്ത് നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, എനിക്ക് തീരെ താല്പര്യമില്ല നാട്ടിലേക്ക് പോകാൻ. സാധാരണ എല്ലാവരും നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കാവടി തുള്ളിപ്പോവും. പക്ഷേ എനിക്ക് എന്തോ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇവരെ വിട്ടിട്ട്. വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ യാത്ര വരഞ്ഞ് വിഷമിച്ചൊക്കെ ഞാൻ നിൽക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സാറയ്ക്ക് ഭയങ്കര സങ്കടം. സാറ കരഞ്ഞു. ഓക്കെ ഒരു മാസം ഒരു ദിവസം പോലെ പോകും. ആ ദിവസം പെട്ടെന്ന് പോവും. ഇവിടെ ഒരാള് ഞങ്ങളുടെ സാറയുടെ സങ്കടം കണ്ടോ, സാറയും കരഞ്ഞു ഞങ്ങൾ വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് രാജുവേട്ടൻ ഞങ്ങളെ ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം പോകാമെന്ന് കരുതിയിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് അങ്ങ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്ന് അകത്ത് ഞങ്ങളെ കയറ്റിയിരുത്തി ഇതാ അച്ഛനും മക്കളും യാത്ര പറച്ചിലും ബഹളമായിട്ട് അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ ഏട്ടൻ ട്രെയിൻ നീങ്ങി തുടങ്ങിയതും രാജുവേട്ടനും ഇറങ്ങി ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞങ്ങൾ പിന്നെ 1 മണിക്കൂർ വരെ ലേറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലെമൺ റൈസും ചിക്കൻ ഫ്രൈയും തൈരും ഒക്കെ കൂട്ടി ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങ് കഴിച്ചു. ഇനി 2.5 ദിവസം അത് ട്രെയിനിലാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനെ ഭയങ്കരമായിട്ട് പിള്ളേർക്ക് മിസ് ചെയ്യും. ഇത്രയും ദിവസം എല്ലാ ദിവസവും അച്ഛൻ്റെ അടുത്തിരുന്ന കാര്യം പറഞ്ഞ് കഥ പറഞ്ഞിരുന്ന പിള്ളേരല്ലേ. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കാൻ നേരത്തെ അച്ഛന് ഗുഡ് നൈറ്റ് പറയണം എന്ന് പറഞ്ഞു. പക്ഷേ വിളിച്ചിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ആക്കി രാജുവിനെ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്തു. അച്ഛനും ഹാപ്പി, മക്കളും ഹാപ്പി. ഇനി 2 ദിവസം നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ട്രെയിനിലുള്ളവരാണല്ലോ. എനിക്കൊരു മലയാളി നഴ്സ് ചേച്ചിയെ കിട്ടി. അപ്പോൾ ആ ചേച്ചി എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് കാര്യം പറഞ്ഞ് നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിള്ളേരും പുറത്തുള്ള കാഴ്ചകളും പിന്നെ ഗെയിംസും അടുത്തുള്ളവരുമായിട്ട് ഹിന്ദിക്കാരോട്ടൊക്കെ സംസാരവും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്കൊന്ന് സമയം പോയി. പിന്നെ അച്ഛനെ വിശേഷം പങ്കുവയ്ക്കണമല്ലോ. അച്ഛനെ സെൽഫി എടുത്ത് സെൻഡ് ചെയ്ത് കൊടുത്തു. അതിനിടയ്ക്ക് ശിവാനിയുടെ പല്ല് പൊഴിഞ്ഞായിരുന്നു കേട്ടോ. ആ പല്ലിൻ്റെ പിക്ചറും എടുത്ത് രാജീവന് അയച്ചു കൊടുത്തു. എന്നിട്ട് ആ പല്ല് കളയാതെ എൻ്റെ പേഴ്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാജീവേട്ടൻ നാട്ടിൽ വരുമ്പോൾ അച്ഛനെ കാണിച്ചു കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ മനസ്സിലായിരുന്നു എനിക്ക്. ഈ നാട് കണ്ടു തുടങ്ങിയതും എൻ്റെ ഭാവം മാറി. എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്മയെ വിളിച്ചു, സഹോദരനെ വിളിച്ചു, നിങ്ങളെവിടെ എത്തി, അവരാണ് കേട്ടോ ഞങ്ങളെ വിളിക്കാൻ വരുന്നത്. അപ്പോൾ എവിടെ എത്തി, ഞങ്ങൾ എത്താറായി എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഈ സന്തോഷമാണ് ഈ കാണുന്നതൊക്കെ. എത്രയും പെട്ടെന്ന് പിന്നെ നാട്ടിലെത്തിയാൽ മതി, വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി കേട്ടോ. ഇതാ ഈ മഞ്ഞ ബോർഡ് കണ്ടോ, തിരുവനന്തപുരം നോർത്ത്. അത് കണ്ടതും എൻ്റെ മനസ്സാക്കി ഒരു കുളിർമ. ഇറങ്ങാമല്ലോ, ഇപ്പം ഇറങ്ങാമല്ലോ. പക്ഷേ എൻ്റെ സഹോദരനും അമ്മ ഇച്ചിരി ലേറ്റായി പോട്ടെ. അപ്പം ഞങ്ങൾ ട്രെയിനിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇറക്കി തന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളെടുത്ത് അമ്മയും എൻ്റെ സഹോദരനും സഹോദരൻ്റെ മോനും അച്ചുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക്. ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ പുതിയ കാഴ്ചകളുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടിരുന്നില്ല. അതുപോലെയാണ് ഇവിടെ വന്നപ്പോഴും കുറേയേറെ മാറ്റങ്ങളുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷമായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി 32 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും ക്ഷീണിക്കും. ഒരു ചായ കുടിച്ചാലോ എന്നൊരാഗ്രഹം. ഞാനൊരു ചായ വീക്ക്നെസ് ഉള്ള ആളാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പലഹാരങ്ങൾ. അതുപോലത്തെ ടേസ്റ്റുള്ള പലഹാരങ്ങൾ ഞാൻ വരുന്നത് വരെയും ഞാൻ കേരളത്തിൽ നിന്ന് കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. പിള്ളേരും അവർക്ക് ഇഷ്ടപ്പെട്ട അത്രയും എണ്ണം പലഹാരം കഴിച്ചു. അവിടെ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല കടുപ്പത്തിലുള്ള ചായയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായയായിരുന്നു. ചായയും ശിവാനി നോക്കിയപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ സുഖമായിട്ട്. അവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാവേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.